എത്തുമ്പോൾ രാഹുൽ അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. കോയമ്പത്തൂരും ബാംഗ്ലൂരും അടക്കമുള്ള പല സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പഴുതെടുത്ത തെരച്ചിലെന്നാണ് സംസ്ഥാന പോലീസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ അന്വേഷണം നടത്തുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്തുവാനോ പിടികൂടുവാനോ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പോലീസ് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പോലീസിൻ്റെ വണ്ടിയിൽ ഡീസൽ ഒടിച്ച് ഇങ്ങനെ വട്ടം ചുറ്റുക എന്നല്ലാതെ 9ാം ദിവസമായി സർ ഇതുവരെയും ഇയാളെ പൊക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിശ്വസിക്കാം? എങ്ങനെ പൊതുസമൂഹം ഇത് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി രാഹുലിന് കുറുക്ക് മുറുകുന്ന രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി, വളരെ നിർണായകമായ പരാതി. ആ പരാതിയിൽ ഇപ്പോൾ ഇന്നലെ അതിജീവിത അയച്ച മെയിലിലേക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരിച്ചൊരു മെയിൽ അയച്ചിരുന്നു. മൊഴി നൽകാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് ഇന്നലെ തന്നെ അതിജീവിത റിപ്ലൈ ചെയ്തിരുന്നു, അതെ ഞാൻ എത്തും, കൃത്യമായി തന്നെ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന്. എന്തായാലും ഇത്തരത്തിൽ നീതിക്ക് വേണ്ടി സധൈര്യം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ശാലിനിയുണ്ട്. ശാലിനി, നമസ്തേ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന് പുറത്താണ് ഈ അതിജീവിത, രണ്ടാമത്തെ അതിജീവിതയുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും പോലീസിൻ്റെ ഒരു നടപടിക്രമങ്ങൾ? ശ്യാമ, ഗുഡ് മോർണിംഗ്, നമസ്തേ. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവിതകളുടെ എണ്ണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ടാമത്തെ പരാതിക്കാരി, അതായത് 23കാരി ബംഗളൂരു സ്വദേശിയായിട്ടുള്ള പെൺകുട്ടി ഇമെയിൽ പരാതി അയച്ച അതേ ഇമെയിലിലേക്ക് തന്നെ പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു റിട്ടേൺ മെയിൽ എത്തിയിട്ടുള്ളത്. മെയിലിലെ ആവശ്യം ശ്യാമ സൂചിപ്പിച്ചതുപോലെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ എത്തേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ താല്പര്യമുണ്ടോ, എന്താണ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ആരാഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ഇമെയിൽ സന്ദേശമുണ്ടായിരുന്നത്. പെൺകുട്ടി ഉടനടി തന്നെ അതിനെ റിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതേ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. രാഹുലിനെതിരെ കൃത്യമായ തെളിവുകളടക്കം തൻ്റെ കയ്യിലുണ്ട്, രേഖാമൂലം തന്നെ നൽകാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ ആദ്യ അതിജീവിതയുടെ പരാതിയിന്മേൽ കേസ് അന്വേഷിക്കുന്ന ടീമല്ല രണ്ടാമത്തെ പരാതി അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ പരാതി മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. ഈ സംഘം ഉടൻ തന്നെ മൊഴി ഈ പെൺകുട്ടിയുടെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നാമത്തെ പരാതിയേക്കാൾ കുറച്ചുകൂടി കഠിനമായ പരാതിയാണ് രണ്ടാമത്തേത് എന്നുള്ളതാണ് നമുക്ക് ആ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ഗർഭചിത്രമടക്കം നടത്തിയതാണെങ്കിൽ മറ്റേത് അതിമൃഗീയമായ ഒരു പെൺകുട്ടിയെ വലിച്ചു കീറുന്ന രീതിയിലേക്ക് ശാരീരികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് ഒരു സൈക്കിക് രീതിയിൽ തന്നെ ഒരു സെക്സിനോട് മാത്രം താല്പര്യം തോന്നി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പിന്നീട് ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രഹസ്യമായ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇഷ്ടക്കാരുടെ സമ്മതത്തോടെ, അതായത് സഹായികളുടെ സഹായത്തോടു കൂടി അത്തരത്തിലൊരു ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും എത്ര പരാതികൾ സമാനമായി ഉയർന്നു വരും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ 9 ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതിനിടയിലാണ് ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ആ യുവതിയുടെ പരാതി രേഖപ്പെടുത്താൻ പോകുന്നത്. പെൺകുട്ടി പറയുന്നത് പ്രകാരമാണെങ്കിൽ ആ പരാതിയിന്മേലാണെങ്കിൽ ഇവർ അടുപ്പത്തിലായതിനു ശേഷം പിന്നീട് വിവാഹം കഴിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ വിവാഹത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സമ്മതമുണ്ടായിരുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വന്നതിന് ശേഷം വീട്ടുകാർ സമ്മതം അറിയിക്കുകയായിരുന്നു. ഇരു വീട്ടുകാരെയും അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെയും അതിനുശേഷവും ഒക്കെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പെൺകുട്ടി വരുമ്പോൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഹോട്ടലിലേക്ക്, ഒരു സ്വകാര്യ ഇടത്തിലേക്ക് എത്തിക്കുകയും ആ പെൺകുട്ടിയെ ഫെന്നി എന്ന് പറയുന്ന രാഹുലിൻ്റെ വലം കൈയായിട്ടുള്ള, ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സുഹൃത്തുമായി അവിടെ എത്തിയ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇത്ര അധികം ദിവസം പരാതി നൽകിയ പെൺകുട്ടി കാത്തിരുന്നു. ഇപ്പോൾ മൊഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കുരുക്കിന് രാഹുലിന് മുറുകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള നടപടികളുമായി ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നത്. അവിടെയും ഒരു പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ വാദിക്കാനും ജാമ്യത്തിന് തിരിച്ചടി ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും കാണുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ചോദ്യം ഇതേ ഉള്ളൂ, ഈ പോലീസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് എന്ത് ഗുണം?
രാഹുലിനെ ഇനിയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, സാധിക്കുന്നില്ല. അതെങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുടെ വലിയ സംരക്ഷണം, ഷാഫി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം രാഹുലിന് കിട്ടിയിട്ടുണ്ട് എന്നത് കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും വീണ്ടും രാഹുലിനായി നെട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഹോസ്ദുർ കോടതിയിലൊക്കെ ചില നാടകീയ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ കസ്റ്റഡിയിലാണ്, രാഹുൽ ഇപ്പോൾ കൊണ്ടുവരും, രാഹുൽ കീഴടങ്ങും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. രാഹുൽ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. എല്ലാ കോടതികളിലെയും വിവിധ അഭിഭാഷകരുമായി രാഹുലിൻ്റെ ടീം നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഫോണ് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുലിൻ്റെ ഫോണ് സ്വിച്ച് ഓൺ ആയിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം ആ ഫോണ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലായത്. ഒരു പക്ഷേ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് ഒരാളെ പിടിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിൽ പോകാം. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയുണ്ട്, സന്ദീപ് വാര്യർ. എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. ആ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്നലെ സന്ദീപ് മുഖ്യമന്ത്രിക്ക് ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ട്, ഈ വിഷയത്തിലൊന്ന് ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് നോക്കാം, ആ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ശബരിമല സംഘടിത കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളും കൂടി ഇന്ന് വരാനുണ്ട്. എൻ വാസു ഇന്ന് ജാമ്യം തേടി ഹൈക്കോടതിയിലേക്ക് സമീപിക്കുന്നുണ്ട്. മുരാരി ബാബുവിൻ്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് അന്വേഷണത്തിന് ഈ രേഖകളൊക്കെ ആവശ്യപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ വിശദാംശങ്ങളിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചു. ഡിപ്ലോമ, +2, 10th അതിന് താഴെ പഠിച്ചിട്ടുള്ളവർക്കുള്ളതാണ് ഈ ജോഡി ആപ്പ്. ഇതിൽ ലക്ഷക്കണക്കിന് ID വെരിഫൈഡ് പ്രൊഫൈൽസ് ഉണ്ട്. എല്ലാ വിവരങ്ങളും മലയാളത്തിലുണ്ട്. അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് ഇത് തികച്ചും സൗജന്യമാണ്. ഉടനെ രജിസ്റ്റർ ചെയ്യൂ. ഡൗൺലോഡ് ജോഡി ആപ്പ്. കേടായ പല്ലുകൾ നമുക്ക് ശരിയാക്കണ്ടേ? അതിന് ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്.